കരയുദ്ധത്തിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടി. ലബനാൻ അതിർത്തിക്കുള്ളിൽ കടന്ന ഇസ്രായേൽ പട്ടാളത്തെ ആക്രമിച്ച് ഹെസ്ബുള്ള. 8 ഇസ്രായേലി സൈനികർ മരിക്കുകയും നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹെസ്ബുള്ളയുമായി മുഖാമുഖം ഏറ്റുമുട്ടിയപ്പോൾ ഇസ്രായേലിന് കനത്ത നാശം സംഭവിച്ചത് ഒഡേസ ടൗണിന് അടുത്താണ്. നേരത്തെ ഹെസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചെന്നും ഒഡേസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പിന്തിരിപ്പിച്ചു എന്നും അവകാശപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് 8 ഇസ്രായേലി സൈനികരുടെ മരണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 20-ലധികം ആംബുലൻസുകളും ഹെലികോപ്റ്ററുകളും വടക്കൻ ഇസ്രായേൽ ബോർഡറിൽ വെയിറ്റ് ചെയ്യുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. 3 ഹോസ്പിറ്റലുകളിൽ എമർജൻസി അറ്റൻഡ് ചെയ്യാൻ സ്റ്റാഫിനെ അറേഞ്ച് ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം 100-ലധികം റോക്കറ്റുകൾ ഹെസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിലേക്ക് തൊടുത്തു. ഹൈഫയിലേക്കും ഷെത്തുലയിലേക്കും ആക്രമണമുണ്ടായി. എന്നാൽ കാഷ്വാലിറ്റീസിനെ പറ്റി ഇതുവരെ റിപ്പോർട്ടുകളൊന്നും തന്നെയില്ല. അതേസമയം ഇന്നലെ യമൻ ഹൂതികൾ ഇസ്രായേൽ ബന്ധമുള്ള 2 കപ്പലുകൾ ആക്രമിച്ചു. കോർഡേലിയ മൂൺ മാർത്തോ പോലീസ് കപ്പലുകളാണ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിക്കപ്പെട്ടത്. ഹൊദൈദ തുറമുഖത്തിൽ നിന്ന് 64 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത്. ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ അമേരിക്കയ്ക്ക് അന്ത്യശാസനം നൽകി ഇറാൻ. തങ്ങളും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ നിന്ന് അമേരിക്ക വിട്ടുനിൽക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. തെഹ്റാനിലെ സ്വിസ് എംബസി വഴിയാണ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തത്. വിഷയത്തിൽ ഇടപെട്ടാൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ ട്രൂപ്സിനെ ആക്രമിക്കുമെന്ന് ഇറാഖി മിലീഷ്യ പറഞ്ഞു.